സാറേ അതെ അത് ചെയ്തു തരാം. അപ്പോൾ ഒരു 300 റുപ്യ ഉണ്ടാവും കയ്യിൽ? 300 രൂപ തരാം. 300 രൂപേൻ്റെ ഫീസാണല്ലേ? ഫീസല്ല ഇത്. പിന്നെ ഞാൻ പറയാം, പൈസ കുഴപ്പമില്ല, നമുക്ക് കാര്യം നടന്നാൽ മതി. ഇതേട്ടാ, ഇതാണ് ആ പോക്കുവരവ്? ഇത് പോക്കുവരവല്ല, ഇത് ശിശുദിന സ്റ്റാമ്പാണ്. അപ്പൊ ഇതൊരു 20 തരാം. അല്ല, എനിക്കെന്തിനാണ് ശിശുദിനത്തിന്റെ സ്റ്റാമ്പ്? കുട്ടികൾക്ക് കൊടുക്കാലോ. മറ്റേ നാക്കിലൊട്ടിക്കുമ്പോ മൂടാണതാണോ? അതൊന്നുമില്ല, ഇത് വെറുതെ പുസ്തകത്തിലൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട്. എല്ലാ കുട്ടികൾക്കും ഒരു 2 വെച്ചാൽ കൊടുത്തോളൂ. അത്രയും കുട്ടികളില്ലേ? അയൽഭാഗത്തൊക്കെ ഉണ്ടാവല്ലോ, കുട്ടികളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ നല്ലതാണ്. കാര്യം നടക്കട്ടെ. അപ്പൊ എന്റെ പോക്കുവരത്തിന്റെ തരാം. ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. പുറത്തിരുന്നാൽ മതി. ശരി ശരി. ഇത് വേണമെന്നില്ലാട്ടെ സാറേ? അല്ല, കയ്യിൽ വെച്ചോളൂ. ഞാൻ ഈ ബെഞ്ചിലുണ്ടാ. ഓ ആയിക്കോട്ടെ, ഓ ശരി. 500 പറയാറുണ്ട്. ഞങ്ങളത് ഇവിടെ പറഞ്ഞു. സാറിന് ഇപ്പോഴും ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവില്ലേ? ഓൻ്റെ അടുത്തൊക്കെ പൈസ ഉണ്ടേനി. ഹലോ, വില്ലേജ് ഓഫീസറാണ്. സാറേ പറഞ്ഞോളൂ. ഓക്കെ സാറേ, ഞാൻ ഒന്ന് കുറിച്ചോട്ടെ സാറേ. ഓ ശരി സാറേ, ഓക്കെ സാർ. അടുത്തത് എന്താണ്? പശ്ചിമ ബംഗാളിലെ ഗവർണറും ഭാര്യയും അയാളുടെ കുടുംബം ഒക്കെ പാടെ കൂടി കേരളത്തിലേക്ക് വരികയാണ്. എന്തിനാന്ന് ആർക്കറിയാം. അവർക്ക് എന്തോ ക്ഷേത്ര ദർശനം അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ട്. അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? 12 ഒറ്റമുണ്ട്, 12 ഉത്തരീയം, 12 മേൽമുണ്ട്, 12 തോർത്ത്, 2 സെറ്റ്, 2 ജോഡി സെറ്റ് സാരി. എന്താ ഗവർണർ ഉടുതുണിയില്ലാണ്ട് അങ്ങോട്ട് വരുന്നത്? സാറേ സാധനങ്ങളൊക്കെ മേടിക്കുക, പൈസ എടുത്തിട്ടു. സാറേ, ആ 2 സെറ്റ് സാരി എന്നല്ലേ എഴുതിയേക്കണേ? അത് 3 ആക്കിക്കോ. അതെന്തിനാ? എനിക്ക് ഒരെണ്ണം എടുക്കാലോ. അത് നിങ്ങൾ ആരാണ് ഗവർണറുടെ? സാറേ, എനിക്ക് പൈസ തന്നാ മതി, ഞാൻ നല്ല നോക്കി മേടിച്ചോളാം. നിങ്ങൾ ഈ കളി തമാശകളെ വിട്. ഇതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. ഞാൻ ആകെ പെട്ടുപോയി. സാറേ, മറ്റേ അതിന്റെ ഇടയ്ക്ക് വേറെ സാധനം പറഞ്ഞല്ലോ, എന്താ ഉത്തരിയല്ലേ? ഉത്തരിയോ എന്താണത്? ഓണകാന്ന്. അയ്യോ, അതും കൂടി ഇല്ലാണ്ട് അവരിങ്ങോട്ട് വരുന്നത്. ഇത് സാറേ, കോണകൊന്നും അല്ലാതെ ഉത്തരീയം എന്ന് പറഞ്ഞാൽ മേൽമുണ്ടാണ്. മേൽമുണ്ട് എന്തെങ്കിലും ആവട്ടെ, ഉടുതുണി ഇല്ലാത്ത നാട്ടിൽ നിന്നല്ലോ വരുന്നത്. ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് എടുക്കാൻ എന്തൊരു കഷ്ടാത്. ഇതെങ്ങനെ സംഘടിപ്പിക്കും, ഞാൻ അതാണ് ആലോചിക്കുന്നത്. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കേൾക്കുമെന്ന് അറിയില്ല, എന്നാലും പറയാം. എന്താണ് പറയേ? നമ്മുടെ ആ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ദാമോദരല്ലേ? ദാമോദരൻ. ആ സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട സകല സാധനങ്ങൾ അയാൾ തന്നെ തരും. 2 പോക്ക് വരവ് നടത്താണ്ട് അയാൾക്ക് ഇവിടെ. സാറാ, അത് ഉഗ്രൻ ഐഡിയ കേട്ടോ. അതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നടക്കില്ല. രാഘവട്ടെ, എവിടെ പോകണം? ഞാനൊന്ന് വില്ലേജ് ഓഫീസിൽ. എന്ത് പറ്റി? എന്തോ എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ സുമേഷ്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ശരി. അപ്പൊ ശരി. സാറേ, ഞാൻ എപ്പോ ഒന്ന് നിൽക്കണമെന്നറിയോ ഇവിടെ? എന്നാ നിൽക്കണ്ട, അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. അവിടെ ബെഞ്ച് ഉണ്ടല്ലോ. മറ്റാളെവിടെ സാറേ? ആര്? ആ രാഘവനെ. ആ രാഘവന്റെ ദേഷ്യം എന്നോട് കാണിച്ചിട്ട് എന്താ കാര്യം കേട്ടോ. ആള് വരണ്ടേ, എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വിളിപ്പിച്ച സാറേ. എന്താ എന്നെന്തിനാ വിളിപ്പിച്ചത്? നിങ്ങൾ ആരാണ്? ഞാൻ രാഘവൻ. സാറേ, പരാതിയില്ല, രാഘവൻ എത്തിയിട്ടുണ്ട്. 2 ആളോ അങ്ങോട്ട് ചെല്ലു. സാർ ശരിയാക്കി തരും. അങ്ങോട്ട് ചെല്ല്, സാറിന്റെ അടുത്തേക്ക് ചെല്ല്. സാറിന്റെ അടുത്തേക്ക് സംസാരിക്കൂ. അതെ ചേട്ടോ, ഇത് പോലീസ് സ്റ്റേഷനല്ല, അവിടെ ചെല്ല്, വില്ലേജ് ഓഫീസാണ്. ആവശ്യമില്ല പരാതി കൊടുത്തിട്ട്. അതെ, ഇദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല്, നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന ഒരു പൂവരശിന്റെ ഒരു ശാഖ, ഒരു കമ്പ്
ഇയാളുടെ കിണറിൻ്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇലയൊക്കെ ആ കിണറ്റിൽ വീണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായി എന്നുള്ളതാണ് ഇപ്പോൾ പരാതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കമ്പ് വെട്ടുകയോ അല്ലെങ്കിൽ ആ പൂവരശ ഇവിടെ നിന്ന് വെട്ടി മാറ്റുകയോ ചെയ്യണം. എൻ്റെ പൂവരശ് ഒരു ചെറിയ കമ്പ് മാത്രമേ ഇയാളെ കിണറിലേക്ക് തൂങ്ങി നിൽക്കുന്നുള്ളൂ. ഇയാളെ പൂവരശാണ് വലിയ പൂവരശ്. അതിന്റെ കൊമ്പാണ് മുഴുവൻ ഇയാൾ വെള്ളം ചീത്തയാക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളുടെ ആവശ്യമില്ലാത്ത പറയുന്നത് എന്താണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പൂവരശുണ്ടോ? ഒരു കൊമ്പ്, ഒരു കൊമ്പ്. അപ്പോൾ പൂവരശിന്റെ വലിയ മരമല്ലേ? അതെ, അത് ചെറിയൊരു കൊമ്പാണ്. ചെറിയത് വലിയതാണ്. ഇതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കാം. നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന പൂവരശാണ് പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരം ഞങ്ങൾ വെട്ടും കേട്ടാ. അതുപോലെ തന്നെ നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന മരത്തിനാണ് പ്രശ്നം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരവും ഞങ്ങൾ വെട്ടും. അപ്പം മൊത്തം മരം വെട്ടുന്നതിന് എത്ര രൂപയാണ് ചിലവാകുന്നത് വെച്ചാൽ ആ പൈസ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അടക്കേണ്ടി വരും. അതെത്ര രൂപ സാറേ? അതിപ്പോൾ ഒരാൾ വെച്ചിട്ട് ഒരു 5, 5.5, 6 രൂപയൊക്കെ വരും ഒരാൾക്കാ? ഓ, അത് കൂടുള്ളൂ, കുറയില്ല. രാഘവോ, നമുക്ക് ആ പരാതി അങ്ങ് പിൻവലിക്കാം. നിങ്ങളുടെ പരാതി കൊടുത്തിനെ പിൻവലിക്ക്. എനിക്കൊരു കുഴപ്പമില്ല. ആ നമുക്ക് ആ പരാതി ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ അതാ നല്ലത്. എന്നാ പിന്നെ വിട്ടോളൂ. പോട്ടെ പെങ്ങളെ. അല്ല, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 150 ഉറുപ്പ്യ വെച്ചിട്ട് തന്നാ മതി. നിങ്ങളുടെ പരാതി കൊടുത്തില്ല. 300 രൂപ കേട്ടോ. ആ അല്ല, സ്റ്റാമ്പാണ്, ശിശുദിന സ്റ്റാമ്പാണേ. രണ്ടുപേരും കൂടെ പപ്പാത് എടുത്തിട്ട് കൊടുത്തോളൂ കേട്ടോ. ശരി. അല്ല എനിക്ക് വേണ്ട, അത് നിങ്ങൾ വെച്ചോ. വെച്ചോളാം അല്ലേ? ശരി കേട്ടാ. പോട്ടെ പോട്ടെ. ശരി. ഹലോ, ആ സാറേ പറഞ്ഞോളൂ. ആണോ? സാറേ ഇപ്പോഴോ? അതെ, ഡെപ്യൂട്ടി കലക്ടറാ വിളിച്ചത്. എത്രയും പെട്ടെന്ന് ചെന്ന് കാണാൻ. സാറേ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനുമില്ലേ സാറേ? സാറേ എനിക്കിന്ന് നേരത്തെ വീട്ടിൽ പോകണം, ഞാൻ ഉണ്ടാവില്ല. നിങ്ങളോട് ചെല്ലാനല്ല, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എത്രയും പെട്ടെന്ന്. അതെ, അത് കുഴപ്പമില്ല. ഇനി എന്ത് മാറാപ്പ് തലയിൽ കെട്ടി വെക്കാനാണോ എന്തോ. സാറേ എന്തായാലും പോകുമ്പോഴേ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് കൈമിൽ വെച്ചോളേ, കളക്ടർക്കും കൊടുക്കാലോ. അത് ശരിയാണ്, ചിലപ്പോ മേടിക്കും. ഓ ശരിയാ, ഇതിപ്പോ ലോട്ടറി മാതിരി തന്നെ കിട്ടിയതായി. പോകുമ്പോ അവിടുന്ന് വല്ല കമ്പ്യൂട്ടറും വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോ. എനിക്കിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചതാ. ശരി കേട്ടോ, ഞാൻ പോയിട്ട് വരാം. കമ്പ്യൂട്ടർ പോയിട്ട് വരാം. സാറേ ഇനി പോയിട്ട് കൊണ്ട് വരുമല്ലോ. ഇല്ല, അങ്ങോട്ട് വരില്ല. ശരി. ആ, നിങ്ങളടുത്ത് മറിമായം